നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1984 ശേഷം ജനിച്ച ആരുടെയും പേര് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല. അവർ പുതുതായി വോട്ട് ചേർക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ വോട്ടർ പട്ടികയിൽ പേരുകൾ പുതുക്കേണ്ടതുണ്ട്. ഇത് കാര്യമായി ബാധിക്കാൻ പോകുന്നത് പ്രവാസികളെ ആയിരിക്കും. കാരണം 3 പ്രാവശ്യം നമ്മുടെ നാട്ടിലെ BLO നമ്മുടെ വീട്ടിൽ വരും, എന്നിട്ട് അവിടെ ആളുണ്ടോ എന്ന് നോക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെ വന്ന് നോക്കുമ്പോൾ പല വീടുകളും അടഞ്ഞു കിടക്കുകയായിരിക്കും, കുടുംബസമേതം വിദേശത്തായിരിക്കും. അപ്പൊ അവിടെ ആളില്ല എന്നുള്ള റിപ്പോർട്ടായിരിക്കും എന്ത് ചെയ്യുക, കൊടുക്കുക. സ്വാഭാവികമായിട്ടും അവർ വോട്ടർ പട്ടികയിൽ നിന്ന് തള്ളപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഒന്ന് ആ രീതിയാണ്. മറ്റൊന്ന്, താമസം മാറിപ്പോയ ആളുകളെയും ഇത് ബാധിക്കും. ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് താമസം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഇവിടുന്ന് പോയി എന്ന് പറയും, അപ്പൊ അവിടെ ഇല്ല എന്ന് പറയും. അവരവിടെ വിചാരിക്കും എന്ത്, എന്റെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്ന് കരുതുകയും ചെയ്യും, പക്ഷെ അവിടെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഈ വീട് മാറിപ്പോയവരും അതുപോലെ തന്നെ വിദേശത്തുള്ളവരും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ താമസിക്കുന്നവരും അതുപോലെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് കേരളത്തിൽ വന്ന് താമസിക്കുന്നവർക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുക എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു സംശയത്തിന്റെ പട്ടികയിലേക്ക് നമ്മുടെ പേരുകൾ മാറ്റപ്പെടും. അത് സംശയത്തിന്റെ പട്ടികയിലേക്ക് പേരുകൾ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകളിലേക്ക് കടക്കേണ്ടി വരും. ആ രേഖകളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പിതാക്കന്മാരുടെ ജനന സർട്ടിഫിക്കറ്റ് വരെ ഹാജരാക്കുന്ന സാഹചര്യം ചോദിക്കുന്നുണ്ട്. അതെല്ലാവർക്കും ലഭ്യമായി കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉപ്പമാരുടെ ജനന സർട്ടിഫിക്കറ്റ് എത്ര ആളുടെ കയ്യിലുണ്ട്, ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം. അപ്പൊ അത് പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ അവിടെ തെളിയിക്കാൻ, പൗരത്വം തെളിയിക്കാൻ കഴിയാതെ വരും. അവിടെ മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗങ്ങൾക്കെല്ലാം CAA സഹായത്തിന് വരും. നേരത്തെ പാസാക്കി വെച്ച പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം ജനവിഭാഗമല്ലാത്ത മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും അത് അവരെ സഹായത്തിനെത്തും. കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് പൗരത്വം കൊടുക്കാമെന്ന ഒരു പൗരത്വ ഭേദഗതി നിയമമാണ് നേരത്തെ പാസാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുക, അതിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുക മുസ്ലിം ജനവിഭാഗം മാത്രമായിരിക്കുമെന്ന അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിന് പ്രത്യേക ലിങ്കുകളുണ്ട്, അതിൽ കയറി നമുക്ക് വോട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി ഇതൊന്നും നോക്കാൻ അറിയാത്ത ആളുകൾ നമ്മുടെ നാട്ടിലെ BLO ആരാന്ന് അന്വേഷിക്കുക, ബൂത്ത് ലെവൽ ഓഫീസർ ആരാന്ന് അന്വേഷിക്കുക, അയാളെ പോയി കാണുക, അയാളോട് സംസാരിച്ചിട്ട് ഈ കാര്യം എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം.